ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കോറാണ്. അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. പെയിൻറ്റ് വേണം ബേസായിട്ട്, പിന്നെ ബ്രഷോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിന് ബോർഡിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്പോഞ്ചിൻ കഷ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഈ ക്യാൻവാസിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻറ്റിൽ നമ്മൾ ഈ സ്പോഞ്ചിൻ കഷ്ണം ഇങ്ങനെ മുക്കിയിട്ട് കണ്ടില്ലേ, എന്നിട്ട് നമ്മളിങ്ങോട്ട് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ വരുവേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ACP ബോർഡിൻ്റെ ACP ബോർഡാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്തിലേക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം ചെയ്യാം നമുക്കിങ്ങനെ. അപ്പോൾ നമ്മൾ ആ ബോർഡ് മൊത്തം അതുപോലെ വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മൊത്തം ചെയ്തെടുത്തേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാവേ. അപ്പോൾ നമ്മളിതിന് ഇത് കൂട്ടൊരു ചെടിയുടെ ഇലയാട്ടോ പറിച്ചെടുക്കുന്നത്. ഇതിന് നമ്മുടെ ഇവിടെ നന്ദ്യാർവട്ടം എന്നാണ് പറയണത്. അപ്പോൾ ഇത് കൂട്ടൊരു ഇല നല്ലത് നോക്കിയാണ് പറിച്ചെടുക്കുന്നത്. ഒരുപാട് വലുതൊന്നും വേണ്ട, അത്യാവശ്യം വലുത്. നമ്മളത് ഈ ഇലയാട്ടോ പറിച്ചെടുക്കുന്നത്. എന്താ ഈ ഒരില. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടൊരു അടപ്പുണ്ട്, ഒരു പെൻസിൽ, ഇത് കൂട്ടൊരു ഇലയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം മാത്രം മതി നമ്മുടെ ഈ ക്രാഫ്റ്റിന്. പിന്നെ പെയിൻറ്റ് വേണം കേട്ടോ. അത് നമ്മുടെ കയ്യിലുള്ള കളർ അനുസരിച്ച് എടുത്താൽ മതി. ഇന്ന കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കിനി പെയിൻറ്റ് മിക്സ് ചെയ്യാവേ. എൻ്റെ കയ്യിലുള്ള കളറാട്ടോ എടുത്തേക്കണം, അല്ലാണ്ട് വേറെ കളറ് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള പോലെ കളറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റും പിന്നെ ബ്ലൂ കളറും മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബ്ലൂ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ഉജാലയാട്ടോ മിക്സ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ഉജാല വെച്ച് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് ഇതേ കൂട്ട് ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ മുകളിലൊരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാണാവേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോർഡിലേക്ക് ഈ അടപ്പ് നമ്മൾ ഇതുപോലെ വെക്കുക സെൻറ്ററായിട്ട്. ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഈ പെയിൻറ്റ് വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പെയിൻ്റ് ഉണ്ടല്ലോ, ഈ പെയിൻറ്റ് ഇങ്ങനെ ഇലയിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കണം. പിന്നെ തൂത്തിട്ട് കാണിക്കാൻ കാരണം നമുക്ക് ക്യാമറ എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കയ്യിൽ പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇലയിലേക്കൊന്ന് തൂത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ഇലയിലേക്ക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ബോർഡിലേക്ക് വെക്കാം. ബോർഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലായിടവും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മളിത് ആ ഇല വെച്ച് ഇത്രയും ചെയ്തിട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തത്. ഇനി നമുക്കിവിടെ ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബ്ലാക്കും ഈ ഒരു ലാവൻഡർ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്കും ലാവൻഡറും ഉപയോഗിച്ച് ഇങ്ങനെ ചുമ്മാ ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് അടിച്ച് വിടുകയില്ല, ഇത് ഇങ്ങനെ ചുമ്മാ ടാപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തേ. അപ്പോൾ നമ്മളിത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ മൊത്തം ഒന്ന് ചെയ്തെടുത്തിട്ട് ഈ സൈഡ് വഴി ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പറ്റിയിരിക്കുന്ന ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാവേ. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് കാണിക്കാം. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഡെക്കോറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.